കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ ജനാലയിലൂടെ ചാടി അതിസാഹസികമായി ഇറങ്ങിയോടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഷൈൻ ഹോട്ടലിൽ നിന്ന് പുറത്തു കടക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന പ്രകടനമായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടെ താരം നടത്തിയത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. മലയാള സിനിമയ്ക്കിത് നാണക്കേടിന്റെ ദിവസം. ലഹരി പരിശോധനയ്ക്കായി ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ജനല് വഴി ഓടി രക്ഷപ്പെട്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രക്ഷപ്പെടൽ. കോമഡി ആക്ഷൻ സിനിമകളെ വെല്ലുന്ന നാടകീയതയാണ് ഇന്നലെ PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കൊച്ചി ഡാൻസ് ഓഫ്. ഇന്നലെ രാവിലെ 5:30 ഷൈൻ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. 314 റൂമിലേക്ക് 10:50 കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് എത്തുന്നു എന്ന വിവരം കണ്ട ഷൈൻ ടോം ചാക്കോ ആ റൂമിലെ ജനല് വഴി പുറത്തേക്ക് ചാടി. 3-ാം നിലയിലായിരുന്നു റൂം. 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലേക്ക് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അടക്കം ഒടിഞ്ഞു പോകുന്നു. പിന്നീട് അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഷൈൻ ടോം ചാക്കോക്കൊപ്പം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഷൈൻ ടോം ചാക്കോ എടുത്ത മുറിയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് പരിശോധന. അങ്ങോട്ടേക്ക് ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഷൈൻ ഓടിക്കളഞ്ഞെങ്കിലും സുഹൃത്ത് ആ മുറിയിലുണ്ടായിരുന്നു. സുഹൃത്തിനെ വിശദമായി പരിശോധിച്ചു. പക്ഷേ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ പോലീസ് സംശയിക്കുന്നത് ഷൈന്റെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നെന്നും ഇത് മറക്കുന്നതിനു വേണ്ടി ഷൈൻ ഓടി രക്ഷപ്പെട്ടുവെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ സമാനമായ നീക്കമാണ് എറണാകുളത്തെ ഈ സ്വകാര്യ ഹോട്ടലിലും നടത്തിയത്. രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ലെങ്കിലും നടന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഡാൻസ് ഓഫ് സംഘത്തിനായിട്ടുണ്ട്. എന്തിന് ഷൈൻ ഓടി എന്ന ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് ഷൈൻ ടോം ചാക്കോയാണ്. സിനിമാ സംഘടനകളടക്കം ഷൈനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും വിലക്കടക്കമുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.